നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആയിക്കോട്ടെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അറിയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഡയാന ചോദിച്ചോട്ടെ. ഇത് ആര് ജയിക്കും തോക്കും എന്നുള്ളത് നമുക്ക് കളിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. പക്ഷെ ജയിക്കണം, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ആണോ? സോറി കേട്ടോ. അതുകൊണ്ട് ഡയാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഇവിടെ പറ്റില്ല. കാരണം പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ എന്ന് പറയുന്നത് കുറച്ച് ഒരു കഠിനമായ പണിഷ്മെന്റ് ആണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രണ്ടുപേരും എങ്ങനെയെങ്കിലും ജയിക്കുക. പക്ഷെ ഗെയിം സിമ്പിൾ ആണ്. അത് സിമ്പിൾ ആണല്ലോ. റെഡി? അപ്പോ ഈ ഗെയിമിലേക്ക് ഇതാ ഇവരിങ്ങനെ ഉഷാറായിട്ട് വന്ന് നിൽക്കുകയാണ് കളിക്കാനായിട്ട്. സോ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ദം ഷോട്ട്സ് കളിക്കാറ്? പറ. സാധാരണ കളിക്കാറുള്ളത് ഒരു വ്യക്തി അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തി സിനിമ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വ്യക്തിയുമല്ല, സിനിമയുമല്ല, പിന്നെ പാട്ടുമല്ല, പിന്നെന്താണ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി കിട്ടിയില്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ പറയാം. അതായത് മൃഗങ്ങളുടെ പേരാണ്. ആനിമൽസ്. നോക്കാം നിങ്ങൾ എങ്ങനെയാണ് ഈ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഏത് വിധത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഗെയിം. റെഡി? എനിക്ക് മൃഗശാലയിലല്ല ജോലി. പക്ഷെ ഒരു മിമിക്രി കലാകാരനാവുമ്പോ മൃഗങ്ങളുടെ നടപ്പ് ഞാൻ ഈ താരങ്ങൾ അനുകരിക്കുകയാണെങ്കിൽ അല്ലാതെ മൃഗങ്ങളല്ല. എന്തായാലും നമുക്ക് ഇന്ന് കാണാം എവിടേക്കാണ് എന്തൊക്കെയാണ് സംഭവിക്കണെന്ന്. ആദ്യം ആര്? അസീസ് എടുക്കും. യെസ്, മ്യൂസിക്. എന്താണ് പറഞ്ഞതാ? അല്ലെങ്കിൽ ഞാൻ നിന്ന് വെള്ളം കുടിക്കും. അയ്യോ, സംഭവം പിടികിട്ടിയോ? മൃഗം അങ്ങനെ വീഴോ? ഇല്ല, മൃഗം വീഴൂല. അത് നീ വീഴുന്നതാണ്. ഒന്നുകൂടാ പ്ലീസ്, ഒന്നുകൂടാ. എന്റെ അമ്മേ, സംഭവം എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. അയ്യോ, പെട്ടെന്ന് പോവും. അങ്ങോട്ട് പോലെ കിട്ടിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സമയം കഴിഞ്ഞു. അത് പറയണം. അതെ, സമയം കഴിഞ്ഞു. ഇതാണ് അണ്ണാൻ കുഞ്ഞിനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അണ്ണ ഒറ്റ കൈയിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അണ്ണ രണ്ട് കൈയിട്ട് ഇങ്ങനെയാണ് സംഭവം. നീ കാണിച്ചത് രണ്ട് കൈ കാണിച്ചത് കറക്റ്റ്. എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ശരി, ഇനി അടുത്തത് ഡയാനയുടെ ഊഴമാണ്. காட்டு பக்கம் வீடு விட்டு அங்க போறங்க. ஐயோ, ரொம்ப பிரமாதம். இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது. ആടിപ്പോടി. എന്താണ്? അടിപൊളി. എന്താണത്? ഒന്നിന് കാണിച്ചാ വന്നു. അയ്യോ, പേടിച്ചു. കറുത്ത കളറാണോ? പേടിച്ചു, ഉറങ്ങി. അടിപൊളി 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 അടിപൊളി. നല്ലൊരു കാര്യം. ഇപ്പൊ കറക്റ്റായി. ഗംഭീരം. താങ്ക് യു. ഇനി എടുക്കൂ. ഇത് ചെറുത്ത് വലിയ
അതും മറ്റു തന്നെയാ. ആ ആ 4 കാല്. ആ ആനെ പിന്നെ ആന. ആ അതെ ഞാൻ പറയാം. കാണ്ടാമൃഗം. ഇനി അടുത്തത് ഡയാന. കറങ്ങി തിരിഞ്ഞ് മറ്റത് എന്റെ അടുത്ത് തന്നെ വരും. ആ ജോണി കൊതിയ വാപിടിച്ചിരിക്കുന്നോ? വായ കൊണ്ട് ആക്ഷൻ കാണിക്കരുത്. ഓയ്യോ ഞങ്ങൾ മുതല. സൂപ്പർ മുതല. ഇനി അടുത്തത് അസീസിക്ക. എനിക്ക് കാണിച്ചു തരൂ. വെരി ഗുഡ്. ഇത് അടിപൊളിയാണ്. ഒട്ടകം. Oh my God, this is amazing. അത് വേണ്ട. കർട്ടൻ മാറ്റി അല്ലേ? ഷോക്ക്. ആ ബൊമ്പാൻ. ഓക്കേ. രണ്ടുപേരും സൂപ്പർ. ഇതിനകത്ത് ഞങ്ങളുടെ ഈ സത്യം പറയാണ് ഞാൻ, റെഡ് കാർപ്പറ്റ് ഫ്ലോറിൽ ഇത്ര നന്നായിട്ട് ഈ ഗെയിമിനെ എക്സിക്യൂട്ടീവ് ചെയ്തത് നിങ്ങളാണ്. ഇത്ര നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം തരാം. അങ്ങനെയല്ല, ചെറിയൊരു സ്നേഹ സമ്മാനം.